പ്രേക്ഷകരെ, വന്ദേ മാതരം എന്ന് കേട്ടാൽ കോൺഗ്രസിനും അതേപോലെ തന്നെ രാജ്യത്തെ ഇടതുപക്ഷത്തിനും ഹാലിളകുകയാണ്. എന്തുകൊണ്ടാണ് വന്ദേ മാതരം എന്ന് പറയുമ്പോൾ കോൺഗ്രസിനും അതേപോലെ തന്നെ CPM അടങ്ങുന്ന ഇടതുപക്ഷത്തിനും അത് ഒട്ടും ദഹിക്കാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകർ? അതിന് കാരണം ഒന്ന് തന്നെയാണ്, മറ്റൊന്നുമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അതാണ് അതിന് പ്രധാന കാരണം. അതായത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്തണം, അവർക്ക് പ്രീണനം നൽകാതെ അല്ലെങ്കിൽ അവരോട് ഒത്തുപോകാതെ തങ്ങൾക്ക് മറ്റൊരു ഗതിയുമില്ല എന്നുള്ള ചിന്തയാണ് ഈ വന്ദേ മാതരത്തെ അന്ധമായി കോൺഗ്രസും അതേപോലെ തന്നെ CPM അടങ്ങുന്ന ഇടതുപക്ഷവും എതിർക്കാൻ കാരണം. ഏതായാലും ഇപ്പോൾ വന്ദേ മാതരത്തെ എതിർത്തുകൊണ്ട് ഇസ്ലാമിക സംഘടനകൾ കൂടി രംഗത്ത് വരികയാണ്. ഭാരതത്തിൻ്റെ ദേശീയ ബോധത്തിൻ്റെയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പ്രതീകമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് കുറ്റകൃത്യമാക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെ വീണ്ടും നിലപാടെടുത്തിരിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. വന്ദേ മാതരത്തെ ആദരിക്കണമെന്ന നിയമം ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് ബോർഡിൻ്റെ ആരോപണം. ദേശീയ പ്രതീകങ്ങളുടെ പവിത്രത സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾക്കെതിരെ മതവെറി പൂണ്ടവർ ഉയർത്തുന്ന ആക്ഷേപങ്ങളെ അവജ്ഞയോടെ തള്ളുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുമായി ബന്ധപ്പെട്ട വാർത്ത കാണാം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പതിനായിരങ്ങൾക്ക് ഊർജം പകർന്ന വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന് ആദരവ് ഉറപ്പാക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. വന്ദേ മാതരത്തോടുള്ള അനാദരവ് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ലോ ബോർഡ് വക്താവ് ഡോക്ടർ SQR ഇല്യാസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നത്. രാജ്യത്തിൻ്റെ ദേശീയ ഗീതത്തെയും ആത്മാഭിമാനത്തെയും വന്ദിക്കുന്നത് മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്ന അപഹാസ്യമായ ന്യായീകരണമാണ് പ്രസ്താവനയിലൂടെ ഉന്നയിക്കുന്നത്. മുൻപ് സുപ്രീം കോടതി നൽകിയ ചില വിധികളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദേശീയ പ്രതീകങ്ങളോട് അനാദരവ് കാണിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനായി വാദിക്കുകയാണ് ഒരു വിഭാഗം ചെയ്യുന്നത്. മാതൃഭൂമിയോടുള്ള സ്നേഹവും വന്ദേ മാതരത്തിൻ്റെ ആദരവും ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നിരിക്കെ അതിനെ വർഗീയമായി ചിത്രീകരിക്കാനാണ് ചില സംഘടനകൾ ശ്രമിക്കുന്നത്. ദേശസ്നേഹത്തെയും ദേശീയ അസ്തിത്വത്തെയും അളവുകോലുകളില്ലാതെ ആദരിക്കാൻ ഏതൊരു ഭാരതീയനും കടമയുണ്ടെന്ന് രാജ്യസ്നേഹികൾ വ്യക്തമാക്കുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രീണന നിലപാടുകളെയും ദേശീയ ചിഹ്നങ്ങളെയും നിസാരവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞ രാജ്യത്തിൻ്റെ പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങളുമായി ഭരണകൂടം മുന്നോട്ടു പോകും. ജനം, ഡൽഹി.